ഹായ് ഓൾ, വെൽക്കം ടു വീട്ടമ്മ കുക്കിംഗ് ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്സാണ്. അത് ഓവൻ ഇല്ലാത്ത എഗ്ഗ് പപ്സാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കൂ. അതിനായിട്ട് ഞാൻ കുറച്ച് മൈദ, ഉപ്പും വെള്ളവും ചേർത്ത് 1 മണിക്കൂർ മുമ്പേ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എഗ്ഗ് മസാല, സവാള, ഇഞ്ചി, വെളുത്തുള്ളി മസാലയൊക്കെ ഇട്ട് റെഡിയാക്കിയത്. പിന്നെ ബോയിൽഡ് എഗ്ഗ് ഹാഫായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ശകലം മൈദ, പിന്നെ ആവശ്യത്തിന് വേണ്ട ഓയില്, മൈദ, ശകലം വെള്ളം ചേർത്ത് ലൂസാക്കിയത്. നമുക്ക് ആദ്യം ഈ കുഴച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാവിലേക്ക് ശകലം എണ്ണ പുരട്ടിയിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ബോൾസൊക്കെ ഉരുട്ടുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ ശകലം ഓയിൽ പുരട്ടി കൊടുക്കണം. ബോൾസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വേണം റെഡിയാക്കാൻ, മുഴുത്ത നെല്ലിക്കയുടെ വലിപ്പത്തിൽ. നമുക്ക് ചപ്പാത്തി പലകയിലേക്ക് മൈദ ഇട്ട് കൊടുത്ത് ബോൾസ് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് പരത്തിയെടുക്കാം. എത്രയും നൈസാവുന്നോ അത്രയും നൈസാക്കി എടുക്കുന്നതാണ് ഈ പപ്സിന് നല്ലത്. നമുക്ക് അത് പരത്തിയ ചപ്പാത്തി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മേളിൽ ശകലം മൈദയും കൂടെ ഇട്ട് റെഡിയാക്കി വെക്കാം. അടുത്ത ബോൾസ് എടുത്ത് നമ്മൾ നേരത്തെ പരത്തിയ പോലെ തന്നെ റെഡിയാക്കി ഏകദേശം അതേ വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുക. മൈദ ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ബോൾസ് പരത്തിയെടുക്കാൻ. ആദ്യം വെച്ച ഈ ചപ്പാത്തിയുടെ മുകളിലേക്ക് രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പുറമേ ശകലം മൈദയും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പപ്സ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വീണ്ടും മൂന്നാമത്തെ ബോൾസ് എടുത്ത് നേരത്തെ തയ്യാറാക്കിയതുപോലെ തന്നെ പരത്തിയെടുക്കുക. നൈസാക്കി പരത്തിയെടുക്കണം. ഇടയ്ക്ക് ഈ ഓയിലും മൈദയും സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് ഒട്ടിപ്പിടിക്കുകയില്ല. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഓയിലും മൈദയും ഇടുന്നത്. മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ 3 ലെയറും കൂടി എടുത്ത് ചപ്പാത്തി പലകയിലേക്ക് വെച്ച് എല്ലാം ഒന്ന് ലെവലാക്കി സെറ്റ് ചെയ്ത് 3 ലെയർ കൃത്യമായിട്ട് നമുക്ക് കാണാം. 3 ലെയറും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ എഡ്ജസൊക്കെ കട്ട് ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കാം. നല്ല സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലേക്ക് ആദ്യം എഗ്ഗ് മസാല ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്ത എഗ്ഗ് വെച്ച് കൊടുക്കുക. വീണ്ടും എഗ്ഗിന് മുകളിലേക്ക് എഗ്ഗ് മസാല ഇട്ട് കൊടുക്കുക. എഗ്ഗ് മൂടത്തക്ക വിധം നന്നാക്കി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു മൈദ വെള്ളം ഒഴിച്ച് കലക്കി വെച്ചത് എഡ്ജസിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ മാവ് എല്ലായിടത്തും ഒന്ന് സൈഡിലെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. നമ്മളിത് മടക്കുമ്പം ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആദ്യം കോണോട് കോൺ മടക്കി ഈ 2 സൈഡും കൂടെ ഒന്ന്
ചെറുതാക്കി പ്രസ് ചെയ്ത് യോജിപ്പിക്കുക. മൈദയാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം സൈഡ് ഒട്ടിച്ചെടുക്കാൻ. വീണ്ടും കോണോട് കോൺ എടുത്ത് മസാല പുറത്ത് വരാത്ത വിധം നന്നായിട്ട് എഡ്ജസൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പം മസാലയൊന്നും പുറത്ത് കാണാത്ത രീതി നല്ലതായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ എഗ്ഗ് പപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ശകലം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് പപ്സ് വയ്ക്കാം. അല്ലെങ്കിൽ പപ്സ് ചിലപ്പം ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതുപോലെ എല്ലാ പപ്സും റെഡിയാക്കി എടുക്കാം. പപ്സ് എല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ തിളച്ച് കഴിയുമ്പോൾ ആദ്യത്തെ പപ്സ് ഇട്ട് കൊടുക്കാം. ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ നമ്മൾ മുകളിലേക്ക് തിളച്ച എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറേ നേരം ഒരു സൈഡ് ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ ഇങ്ങനെ തിളച്ച എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒത്തിരി തീയിൽ ഇത് ചെയ്യല്ലേ. വീണ്ടും ഒരു പപ്സ് കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. തിളച്ച എണ്ണ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പപ്സ് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. ആദ്യത്തെ പപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പപ്സുകളെല്ലാം തന്നെ നമുക്കിതുപോലെ ഓയിലിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. പപ്സുകളെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ പപ്സുകളെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ശരിക്കും എഗ്ഗ് പപ്സിൻ്റെ ഒരു ടെക്സ്ചർ തന്നെയാണ് ഈ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന പപ്സിന്. പിന്നെ 4 മണിക്ക് മക്കൾക്ക് സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.